ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഓണമൂടിൽ മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ നാട്, വിപണികളിൽ വൻ തിരക്ക്. ഓണാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പരാതി ഒതുക്കി തീർക്കാൻ നീക്കം. പോലീസ് 20 ലക്ഷം ഓഫർ ചെയ്തുവെന്ന് പരാതിക്കാരൻ. സുജിത്തിന് KPCCയുടെ പിന്തുണ. പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് VD സതീശൻ. പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന് FIR. 10 പരാതികൾ അന്വേഷണം. യുവതികളിൽ നിന്ന് മൊഴിയെടുക്കാൻ നീക്കം. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് VD സതീശൻ. ഓച്ചിറയിൽ വാഹനാപകടത്തിൽ 3 മരണം. അപകടം ജീപ്പും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. ജീവൻ നഷ്ടമായത് അച്ഛനും 2 മക്കൾക്കും. 2 പേരുടെ നില അതീവ ഗുരുതരം. അപകടം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും വഴി. പ്രമുഖ ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് വിട പറഞ്ഞത്. ഒട്ടേറെ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ സർജൻ. അനുശോചിച്ച് മുഖ്യമന്ത്രി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. പൂക്കളും പച്ചക്കറിയും പലവ്യഞ്ജനവും ഓണക്കോടിയുമൊക്കെയായി വിപണിയും സജീവമാണ്. നാടും നഗരവും തിരക്കിൽ അമർന്നു കഴിഞ്ഞു. വഴിവാണിഭവും ഓണച്ചന്തയും സജീവമാണ്. കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. സമത്വത്തെ ഉത്സവമാക്കി മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലെത്തിയിരിക്കുകയാണ്. ലോകമാകെ കണ്ട മനോഹരമായ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് മലയാളി. സമത്വ സുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നത്തിലൂടെ മലയാളി എല്ലാ കൊല്ലവും ഓണാഘോഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചവിട്ടിയവനോ ചവിട്ടേറ്റവനോ ഇല്ലാതാകുന്ന കാലത്തേക്ക് ദൈവമായിട്ട് കൂടി ചവിട്ടിത്താഴ്ത്തിയവനോട് മലയാളി എപ്പോഴും കട്ടായം പറഞ്ഞ്, അല്ലെങ്കിൽ ആത്യന്തിക മാനുഷിക നന്മകൾ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചെത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളി ഓണം ആഘോഷിക്കുന്ന ഉത്സവ അങ്ങേയറ്റം മനോഹരമായ ഉത്സവ മാതൃകയിലേക്ക് തന്നെ ഓണം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഗൃഹാതുര സ്മരണയുടെ പൂക്കാലം മാത്രമല്ല മലയാളിക്ക്. അതേസമയം ഏറ്റവും കൂടുതൽ ഭാവിയെക്കുറിച്ച് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ കാൽപ്പനിക സുന്ദരമായ ഉത്സവ മാതൃക കൂടിയായി ഓണക്കാലം മാറുകയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. കഴിഞ്ഞ അത്തം മുതൽ ചിത്തിര 2 ദിവസമുള്ളത് കൊണ്ട് 11 ദിവസമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഓണത്തിന്, അല്ലെങ്കിൽ ഓണത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എറണാകുളത്തെ ബ്രോഡ്വേയിലാണുള്ളത്. അവിടുത്തെ അതായത് അവസാന നിമിഷം സദ്യവട്ടങ്ങൾക്കായാലും വസ്ത്രങ്ങൾക്കായാലും മറ്റ് ഒരുക്കങ്ങൾക്കായാലും ഒക്കെ മലയാളി തിക്ക് കൂട്ടുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ് ഇവിടെ. അതായത് എല്ലാവരും, അതായത് കൊച്ചിയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ ഓണം കൂടുതൽ വർണ്ണാഭമാക്കാൻ, കൂടുതൽ ഉത്സവം ആഘോഷം ആക്കി മാറ്റാൻ വേണ്ടി മലയാളി എറണാകുളത്തുള്ളവരെല്ലാം ഇവിടെ ബ്രോഡ്വേയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ തിരക്കാണ് നമുക്കിപ്പോൾ ബ്രോഡ്വേയിൽ കാണാനുള്ളത്. ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്കുള്ള ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓണം എന്തായി? ഓണമൊക്കെ വന്നു. എല്ലാം വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. കുട്ടികളൊന്നും കൊണ്ടുവന്നില്ല? ഇല്ല, ഈ തിരക്കിൽ കൊണ്ടുവന്നാൽ ശരിയാവില്ല. ഓണാഘോഷം എന്തായി? കൊള്ളാം, സൂപ്പർ. എടുത്തു കഴിഞ്ഞോ? ഡ്രസ്സൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇല്ല, കുറച്ച് നേരം കൂടെ ഉള്ളൂ ഓണാവാൻ. അത് കുഴപ്പമില്ല, സന്ധ്യ വരെ ഉണ്ടല്ലോ. ഓണാഘോഷം നല്ല രീതിയിൽ നടക്കണം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓണത്തിന് അടിപൊളി.
എല്ലാം വാങ്ങിച്ചോ? ആ സദ്യക്കുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങള് എല്ലാം വാങ്ങിച്ചോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. Okay. തീർന്നില്ല, കഴിഞ്ഞില്ല അല്ലേ? അത് ശരി. ഹലോ, ഓണാഘോഷം എങ്ങനെയുണ്ട്? ഇപ്പൊ വാങ്ങിച്ചതാണോ? ഇതിപ്പോ വാങ്ങിച്ചതാണോ? കൊള്ളാലോ, എടുത്തോട്ടെ? എടുത്തോട്ടെ? ഓണത്തിരക്കിലൊക്കെ ആയോ? ഓണത്തിരക്കുണ്ട്, ഓണാഘോഷമുണ്ട്. പിന്നെ കുഴപ്പമില്ല, എല്ലാ വർഷത്തെ പോലെ അല്ല, ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ വർഷം 11 ദിവസം ഓണമുള്ളതാണ്. ആണ് 11 ദിവസം ഓണമാണ് ഏറ്റവും വലിയ പ്രത്യേകത. 11 ദിവസം ആഘോഷിച്ചോ? 11 ദിവസം ആഘോഷിച്ചില്ല, ഇപ്പോൾ 3 ദിവസം ആഘോഷിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് 2 ദിവസം ദുഃഖമായിരുന്നു, 3 ദിവസം ആഘോഷിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ശരി, അപ്പോൾ ഹാപ്പിയാണോ? ഓണാഘോഷം നല്ല രസമായിട്ടുണ്ടല്ലോ. ഓക്കെ, ഓണാഘോഷം കഴിഞ്ഞ് വരുവാണോ? എടുത്തെടുത്ത് വരുന്നുള്ളൂ. എടുത്തെടുത്ത് വരുന്നുണ്ട്. ഒരു ട്രിപ്പ് ഞങ്ങള് ബൈക്കിൽ കൊണ്ട് വെച്ചു, നെക്സ്റ്റ് വന്നേക്കും. ലാസ്റ്റ് മൊമെന്റ് എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു, ഈ മെട്രോയിലും കൂടി ഒന്ന് കയറണം. അടിപൊളി തുടങ്ങി. എല്ലാം വാങ്ങിച്ചോ? വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വന്നതേ ഉള്ളൂ, ഒന്നും മേടിച്ചിട്ടില്ല. അതെ 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 എടുക്കണം. ശരി, ഹാപ്പിയാണോ? എന്താ ഈ ഓണാഘോഷം? അടിപൊളി. എല്ലാം വാങ്ങിയോ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വിവരമാണോ? ഹലോ, ഓണാഘോഷം എന്തായി? എല്ലാം വാങ്ങിച്ചോ? ഇതിപ്പോ വാങ്ങിയതാ? അല്ല, നേരത്തെ വാങ്ങിയതാണോ? എന്ത് വാങ്ങി? പാന്റ് ഷർട്ട് വാങ്ങിയോ? ഓ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ്. പേര്? നക്ഷത്ര. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പി. അവസാന നിമിഷത്തിലേക്കുള്ള ഓണ ഒരുക്കത്തിനുള്ള തിരക്കിലാണ്, തത്രപ്പാടിലാണ് എല്ലാ ആളുകളും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്. എന്തായാലും എനിക്ക് പിന്നിലുള്ള ഈ ആൾക്കൂട്ടം തന്നെ കണ്ടാൽ അറിയാം ഉത്രാടപ്പാച്ചിൽ എത്രത്തോളം വേഗത്തിലാണ്, എത്രത്തോളം പായലാണ് കൊച്ചിയിലെ ബ്രോഡ്വേയിൽ നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓണാഘോഷത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസമായി അത്തച്ചമയം മുതൽ ഓണം ആഘോഷിച്ച് തുടങ്ങുകയാണ് മലയാളി. കഴിഞ്ഞ 10 ദിവസം മുതലുള്ള ഒരുക്കത്തിലാണ്. എല്ലാ ഓണക്കാലത്തിനും വേണ്ടിയാണ് മലയാളി കാത്തിരിക്കുന്നത്. ഓണക്കാലം സമൃദ്ധമാക്കാൻ വേണ്ടി, ഓണസമൃദ്ധമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നായി ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണത്തിന്റെ ഖ്യാതി കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണമെന്ന് ആർലേക്കർ പറഞ്ഞു. വാമനന്റെയും മഹാബലിയുടെയും അനുഗ്രഹം ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നും ഗവർണർ ആശംസിച്ചു. നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓണാശംസകൾ. ടുഡേ we are celebrating the traditional festival of Onam throughout the state. My best wishes to all people of Kerala for these celebrations. Onam has always brought us happiness, joy, and hopes of prosperity. The prosperity of the material and the richness of our hearts and souls that has always been inherent in our soil and in our culture. All the people of the state are joyous today to celebrate this festival. ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഓണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ വിഷം തുപ്പുന്നവരെ തിരിച്ചറിയാനും ജാഗ്രതയോടെ അകറ്റി നിർത്താനും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭേദചിന്തകളൊന്നുമില്ലാതെ ഓണാശംസകൾ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ഘടിപ്പിക്കാൻ കോൺഗ്രസ്. SI നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് നീക്കം. 10-ന് പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും. പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നും അല്ലെങ്കിൽ ഏതറ്റം വരെ പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്.
അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടു ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. ഇടവേള. നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന് FIR. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്നും നേരിട്ട് പരാതിക്കാരില്ലെന്നും FIR-ൽ പറയുന്നു. 10 പരാതികളാണ് അന്വേഷണം. ഗർഭഛിദ്രം നടത്തിയ യുവതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകാതെ നേരിൽ കാണുമെന്നാണ് സൂചന. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരിട്ട് പരാതിക്കാരില്ലാത്ത കേസാണ്. 5 പേരുടെ പരാതികളിലാണ്. പക്ഷേ ഈ നേരിട്ട് പരാതിക്കാരെന്ന് പറഞ്ഞാൽ ഇരകളുടെ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ 5 പേരുടെ പരാതികളുണ്ട്. 5 പേരെ മൂന്നാം കക്ഷികളാക്കിക്കൊണ്ടാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 78(2), 351, പോലീസ് ആക്ട് 120 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR കഴിഞ്ഞ ദിവസം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR പറയുന്നു. ഈ FIR-ന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത്. ഇരകളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം യോഗം ചേർന്ന് ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന കാര്യത്തിൽ ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരന് കൂടി ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാൾ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം പരാതിയുമായി മുന്നോട്ട് പോകാൻ നിയമ നടപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വസ്തുതയാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ 2 പേരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവർ 2 പേരും പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വൈകാതെ ഈ യുവതികളെ നേരിൽ കണ്ട് ഇതിന്റെ വസ്തുതകൾ ചോദിച്ചറിയാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഓണ അവധിക്ക് ശേഷമാകും ഈ കേസിന്റെ തുടരന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുക, അവരുടെ പരാതി ഉണ്ട് എന്ന് ഉറപ്പിക്കുക. ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുമെന്ന സൂചനകളും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് VD സതീശൻ ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അതിൽ താൻ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ CPM സഹയാത്രികൻ P. സരിനിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന് ട്രാൻസ് വുമൺ രാഗ രഞ്ജിനിയുടെ ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സരിൻ. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും സരിൻ വ്യക്തമാക്കി. കാസർഗോഡ് വെച്ചാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നും അവിടെ ഒപ്പം താമസിക്കാൻ നിർബന്ധിച്ചെന്നുമായിരുന്നു രാഗ രഞ്ജിനിയുടെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാവായ രാഗ രഞ്ജിനി രാഹുലിനെ സംരക്ഷിച്ച് നിലപാടെടുത്തിരുന്നു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഡോക്ടർ P. സരിനോട് പുച്ഛമെന്ന് രാഗ രഞ്ജിനി. ന്യൂസ് 18 വാർത്ത ഫേസ്ബുക്കിൽ പങ്കുവച്ചായിരുന്നു പ്രതികരണം. പിണറായി വിജയനെ കുറ്റപ്പെടുത്തി മറുകണ്ഠം ചാടിയ സരിന് എന്തു നാണമെന്നും രഞ്ജിനി പോസ്റ്റിൽ കുറിച്ചു. ബ്രഷും ടൂത്ത് പേസ്റ്റും മുതൽ കാറുകൾക്ക് വരെ വില കുറയുമ്പോൾ സാധാരണക്കാരൻ്റെ ദൈനംദിന ചെലവുകളിൽ വലിയ നേട്ടമാകും GST സ്ലാബ് പരിഷ്കരണത്തിലൂടെ ഉണ്ടാവുക. ചികിത്സാ ചെലവ് ഒരു പരിധിവരെ കുറയും. സിമന്റ് മുതൽ ഗ്രാനൈറ്റ് വരെ വില കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരും. പുതിയ മാറ്റങ്ങൾ വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങി. നികുതി ഭാരം കുറയുന്നതോടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിലാണ് വില കുറയുക. ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, സൈക്കിൾ, ടേബിൾ മാറ്റ്, കിച്ചൺ വെയർ തുടങ്ങി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയെല്ലാം GST 5% വിലയിൽ വലിയ കുറവാണ് ഉണ്ടാവുക. പനീർ, വെണ്ണ, ചപ്പാത്തി, കടല എന്നിവയ്ക്ക് നികുതിയില്ല. ഓട്ടോമൊബൈൽ മേഖല പ്രതീക്ഷയിലാണ്.
350 സിസിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും 1200 സിസിക്ക് താഴെയുള്ള കാറുകൾക്കും വില കുറയുന്നതോടെ കച്ചവടം കൂടുമെന്നാണ് പ്രതീക്ഷ. തെർമോമീറ്റർ, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, രോഗനിർണയ കിറ്റ്, ഗ്ലൂക്കോമീറ്റർ, കണ്ണട എന്നിവ വില കുറയുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12-ൽ നിന്ന് 5 ലോട്ടറിയുടെ GST 40% കേരളത്തിലെ ലോട്ടറി വ്യവസായത്തെ കാര്യമായി ബാധിക്കുമെന്നും ഉറപ്പാണ്. ലോട്ടറി നിരക്ക് ഉയർത്തിയാൽ വിൽപ്പന കുറഞ്ഞേക്കും. നിലവിലെ നിരക്കിൽ നിലനിർത്തിയാൽ ഏജന്റ് കമ്മീഷൻ കുറയും. വൻതോതിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് വിപണിയും ആഘോഷമാക്കി. വ്യാപാരം ആരംഭിച്ചയുടനെ സെൻസെക്സ് 600 പോയിന്റിലേറെ മുന്നേറ്റം നടത്തി. നിഫ്റ്റിയിലും നേട്ടം. ജനങ്ങൾക്കുള്ള ഉത്സവ സമ്മാനമെന്ന കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന ഇടിവ് അടക്കമുള്ള കാര്യങ്ങളിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നികുതി പരിഷ്കരണത്തെ വിമർശിക്കുന്നത്. സെപ്റ്റംബർ 22 മുതലാണ് പുതിയ സ്ലാബ് നിലവിൽ വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ പ്രഥമ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. സൗമ്യ വധക്കേസിൽ ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളിലും തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. 2017-ൽ കേരള സർക്കാരിൻ്റെ സംസ്ഥാന വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് കിട്ടിയിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങൾ കോർത്തിണക്കി പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകവും ഡോക്ടർ ഷേർലി രചിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷേർലി വാസുവിൻ്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കൊല്ലം ഓച്ചിറ വലിയകുളങ്ങരയിൽ ജീപ്പും KSRTC ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 മരണം. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കുടുംബം സഞ്ചരിച്ച വാഹനം ബസ്സിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. രാവിലെ 6:30-യോടെയാണ് അപകടം. തേവലക്കര സ്വദേശി പ്രിൻസ് തോമസും കുടുംബവും സഞ്ചരിച്ച ഥാർ ജീപ്പാണ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചത്. പ്രിൻസും മക്കളായ അതുൽ, അൽക്ക എന്നിവർ സംഭവസ്ഥലത്ത് മരിച്ചു. ചേർത്തലയിലേക്ക് പോയ ബസ്സും എതിർദിശയിൽ വന്ന ഥാർ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പ് പൂർണ്ണമായും തകർന്നു. ബന്ധുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങിവരവെയാണ് അപകടം. തേവലക്കര വീട്ടിലേക്ക് എത്താൻ 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെയാണ് അപകടമുണ്ടായത്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഉണ്ടായിരുന്ന 19 പേർക്കും പരിക്കേറ്റു. ഇവരുടെ ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ച അതുൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും അൽക്ക LKG വിദ്യാർത്ഥിയുമാണ്. ന്യൂസ് 18 കൊല്ലം. ഷോപ്പിംഗ് മാളിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഓണത്തപ്പനുള്ള ലോക റെക്കോർഡ് ഇനി കോട്ടയം ലുലു മാളിന് സ്വന്തം. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഓണത്തപ്പൻ ഉപഭോക്താക്കളുടെയും സന്ദർശകരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. വിവിധ അളവുകളിലുള്ള 5 ഓണത്തപ്പന്മാരുടെ രൂപങ്ങളാണ് കേരളീയ പാരമ്പര്യത്തിന് യോജിച്ച രീതിയിൽ കോട്ടയം ലുലു മാളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രദർശന മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തിയാണ് രൂപങ്ങളുടെ നിർമ്മാണം. കോട്ടയം ലുലു മാൾ റീറ്റെയിൽ ജനറൽ മാനേജർ നിഖിൽ ജോസഫ് വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ അഡ്ജുഡിക്കേറ്റർ നിഖിൽ ചിന്തക്കിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വലിയ ഓണത്തപ്പന്മാരെ നിർമ്മിച്ചതെന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷഡാനന്ദൻ അറിയിച്ചു. ഓണാഘോഷക്കാലത്തുടനീളം കോട്ടയം ലുലു മാളിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച ഓണത്തപ്പന്മാർ പ്രദർശനത്തിന് ഉണ്ടാകും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9795, പവന് 78,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8110, പവന് 64,880. വെള്ളി ഗ്രാമിന് 134, കിലോയ്ക്ക് 1,34,000. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.